അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വകഫ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹ്. നുസല്ലി വനുസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ. അമ്മാ ബഅദ്. റബ്ബി ശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أفرأيت الذي تولى وأعطى قليلا وأكدى أعنده علم الغيب فهو يرى أم لم ينبأ بما في صحف موسى وإبراهيم الذي وفى ألا تزر وازرة وزر أخرى وأن ليس للإنسان إلا ما سعى وأن سعيه سوف يرى ثم يجزاه الجزاء الأوفى. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ ഭയപ്പെട്ട് അവനെ വഴിപ്പെട്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിക്കുക. അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് 53-ാമത്തെ അധ്യായം സൂറത്തു നജ്മാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ 32 ആയത്തുകൾ നാം പഠിച്ചു. ഗൗരവമായ പല കാര്യങ്ങളും അള്ളാഹു നമ്മോട് ഉണർത്തി. ആരാണ് മുഹ്സിനീങ്ങൾ എന്ന് പറഞ്ഞു. എല്ലാം അറിയുന്നത് റഹ്മാനായ റബ്ബാണ് എന്ന് ഓർമ്മപ്പെടുത്തി. മഗ്ഫിറത്തിന് ഏറ്റവും വിശാലത കാണിക്കുന്നവനാണ് അള്ളാഹു എന്ന് അള്ളാഹു നമ്മോട് പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ സ്വയം പരിശുദ്ധരാക്കി വളർത്തി കാണിച്ചുകൊണ്ടുള്ള പെരുമാറ്റങ്ങളും വർത്തമാനങ്ങളും ഉണ്ടാക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തി. സൂക്ഷ്മത പാലിക്കുന്നവരെ കുറിച്ച് ഏറ്റവും അറിയുന്നത് അള്ളാഹുവാണ് എന്ന് ഓർമ്മപ്പെടുത്തി. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില മനുഷ്യരെ കുറിച്ച് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ചില ആളുകളുടെ സ്വഭാവം. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അത്തരം ആളുകൾ. മാത്രമല്ല, വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ഒരുപക്ഷെ നമ്മിലും അത്തരം സ്വഭാവങ്ങൾ ഉണ്ടാകാം. അത്തരം സ്വഭാവങ്ങളുള്ള ആളുകളെ നമുക്ക് കാണാനും കഴിയും. അത്തരം ചില ആളുകളെ കുറിച്ചും മറ്റു വളരെ പ്രധാനമായ ചില കാര്യങ്ങളാണ് ഈ ആയത്തുകളിൽ നിന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് 33-ാമത്തെ ആയത്ത് മുതൽ ഇൻഷാ അള്ളാഹ് 41 ആയത്ത് വരെയാണ് ഇന്ന് പഠിക്കുന്നത്. റഅ കണ്ടു, റഅയ്ത നീ കണ്ടു, അഫറഅയ്ത അപ്പോൾ നീ കണ്ടുവോ, എന്നാൽ നീ കണ്ടുവോ, അല്ലദീ തവല്ല തവല്ല പിന്മാറുക, പിന്മാറിക്കളഞ്ഞവൻ, അല്ലദീ തവല്ല പിന്മാറിക്കളഞ്ഞവനെ നീ കണ്ടുവോ. എന്തിൽ നിന്ന് പിന്മാറിയവൻ? സത്യദീനിൽ നിന്ന്, സത്യമായി ബോധ്യപ്പെട്ട ആ ആദർശത്തിലേക്ക് കടന്നു വന്നു. പിന്നീട് ആ ആദർശത്തിൽ നിന്ന് പിന്മാറിപ്പോയവനെ നീ കണ്ടുവോ. പിന്നെ അവന്റെ സ്വഭാവം എന്താ? അവൻ കൊടുക്കുകയും ചെയ്തു, അവൻ കൊടുക്കുകയും ചെയ്തു, കലീലൻ അല്പമൊക്കെ അവൻ ദാനം നൽകി, അല്പമൊക്കെ അവൻ ദാനം നൽകി. എന്നിട്ട് അത് നിർത്തിക്കളയുകയും ചെയ്തു. അല്പം കൊടുക്കുകയും പിന്നീട് നിർത്തിക്കളയുകയും ചെയ്ത ആ ഒരുവനെ നീ കണ്ടുവോ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ഇതുമായി ഈ അവതരണ പശ്ചാത്തലങ്ങളെ കുറിച്ച് മഹാന്മാരാകുന്ന മുഫസ്സിറുകൾ, മുജാഹിദ് റഹിമഹുമുള്ളയൊക്കെ നിവേദനം ചെയ്യപ്പെട്ട ഒരു സംഭവം കാണാം. ഈ ചോദ്യം എന്താ ചോദ്യം? പിന്നെ അല്പം കൊടുത്ത് പിന്നീട് നിർത്തിക്കളയുക. അഖ്ദ എന്ന് പറഞ്ഞാൽ ഒരു കിണർ കുഴിച്ചിട്ട് വല്ല പാറകളോ താഴോട്ട് കുഴിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ആ പാറക്കല്ലൊക്കെ വന്ന കാരണത്താൽ അത് മൂടി അത് നിർത്തിവെച്ച് പോകുന്നതിനാണ് അഖ്ദ എന്ന് അറബിയിൽ പറയാം. ദാനം ചെയ്തു, എന്നിട്ട് ഇടയ്ക്ക് വെച്ച് പിന്നീട് അത് കൊടുക്കാതെ നിർത്തിവെക്കുകയും ചെയ്ത ഒരാളെ നീ കണ്ടുവോ എന്നാണ് അല്ലാഹു തആല ചോദിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. മുജാഹിദ് റഹിമഹുമുള്ള ഉദ്ധരിച്ച ഒരു സംഭവം ഖുർആൻ വ്യാഖ്യാതാക്കൾ അനുബന്ധമായി ചേർക്കുന്നത് കാണാം. ഈ ആയത്തിന്റെ അവതരണ സന്ദർഭം മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനവുമായി കടന്നു വന്നു. ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ കേട്ടു. അത് ജനങ്ങൾക്ക് ഓതിക്കൊടുത്തു. ജനങ്ങളെ സത്യത്തിലേക്ക് ക്ഷണിച്ചു. നിങ്ങൾ ഇതാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ പോയാലേ നിങ്ങൾക്ക് സത്യത്തിലെത്താൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ മരണാനന്തരം വലിയ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും, ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അള്ളാഹുവിന്റെ റസൂൽ വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ജനങ്ങളെ ഉപദേശിച്ചു, ജനങ്ങളെ സത്യത്തിലേക്ക് ക്ഷണിച്ചു. ഇതെല്ലാം കേട്ട ഒരു മനുഷ്യനായിരുന്നു വലീദ് ബിൻ മുഗീറ. വലീദ് ബിൻ മുഗീറക്ക് ഇസ്ലാമിനോട് ഒരു താല്പര്യം തോന്നി അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ വാചകം കേട്ടപ്പോൾ.
ഖുർആൻ പാരായണമൊക്കെ കേട്ട്. അള്ളാഹുവിന്റെ റസൂല് ഈ വലീദ് ബിൻ മുഗീറ നന്നാകും എന്ന പ്രതീക്ഷയുണ്ടാവുകയും അവൻ ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കുകയൊക്കെ ചെയ്തു. പക്ഷേ വലീദ് ബിൻ മുഗീറയുടെ ഈ മനം മാറ്റം കണ്ടപ്പോ മക്കയിലെ മുശ്രിക്കുകൾ ചെന്നുകൊണ്ട് വലീദ് ബിൻ മുഗീറയോട് പറഞ്ഞു, അല്ല വലീദേ, നീ നമ്മുടെ കാരണവന്മാരുടെ മതം ഉപേക്ഷിക്കുകയാണോ? നമ്മുടെ ബാപ്പയും ബാപ്പാന്റെ ബാപ്പയും കാരണവന്മാരുടെ ഒക്കെ ഒരു മതം ഉണ്ടായിരുന്നു. അവർ അള്ളാഹു അല്ലാത്ത പലതിനെയും ആരാധിച്ചവരായിരുന്നു. ആ ആരാധ്യ പുരുഷന്മാരെയും എല്ലാം ഒഴിവാക്കിയിട്ട് മുഹമ്മദ് പറയുന്ന ഏക ദൈവാരാധനയിലേക്ക് പോവുകയാണോ നീ എന്ന് അവർ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും കാരണവന്മാരുടെ മതം ഒഴിവാക്കുന്നതിനെ പരിഹസിക്കുകയൊക്കെ ചെയ്തു കൂട്ടുകാരല്ല. അപ്പോൾ വലീദ് ബിൻ മുഗീറ പറഞ്ഞു, എനിക്ക് പരലോകം പേടിയാണ്, മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഖബറിലും അതിന്റെ ശേഷമുള്ള ജീവിതത്തെ കുറിച്ചൊക്കെയാണ് മുഹമ്മദ് പറയുന്നത്, അതിനെനിക്ക് വല്ലാത്ത പേടിയുണ്ട് എന്ന് വലീദ് ബിൻ മുഗീറ പറഞ്ഞു. ആ സമയത്ത് ഒരു നിശ്ചിത സംഖ്യ വലീദ് ബിൻ മുഗീറയോട് മുശ്രിക്കുകളിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, ഒരു നിശ്ചിത സംഖ്യ നീ എനിക്ക് തരികയാണെങ്കിൽ, ഒരു നിശ്ചിത സംഖ്യ തരികയാണെങ്കിൽ നിന്റെ പരലോക ശിക്ഷയെല്ലാം ഞാൻ ഏറ്റെടുത്തോളാം. എന്ത് ചെയ്യണം? എനിക്ക് പൈസ തരണം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ വലീദ് ബിൻ മുഗീറയും തീരുമാനിച്ചു, പൈസ കൊടുത്താലും പരലോക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ എന്ന് കരുതി. അങ്ങനെ വലീദ് ബിൻ മുഗീറ അത് സമ്മതിച്ചു. അദ്ദേഹത്തിന് ഇസ്ലാമിനോടുള്ള ആ താല്പര്യവും ഇസ്ലാമിൽ നിന്നുള്ള ആ ആഗ്രഹത്തിൽ നിന്നെല്ലാം അദ്ദേഹം പിന്മാറുകയും ചെയ്തു. പക്ഷേ കുറച്ച് പൈസ കൊടുത്തു, ബാക്കി ഞാൻ തരാമെന്ന് പറഞ്ഞു. പക്ഷെ നിശ്ചയിച്ച സംഖ്യയുടെ ഒരു ഭാഗം മാത്രം കൊടുക്കുകയല്ലാതെ ഇനി കൊടുത്താൽ ബാക്കിയുള്ളത് തീർന്നു പോകുമോ എന്ന കാരണത്താൽ ബാക്കി അദ്ദേഹം കൊടുത്തതും ഇല്ല. ഇതാണ് ഈ ആയത്തിന്റെ അവതരണ ഹേതുവായി മഹാന്മാരാകുന്ന മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത്. സംഭവം ഇതാണെങ്കിലും അല്ലെങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യരുടെ ഒരു പൊതു സ്വഭാവമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം ചിലപ്പോഴൊക്കെ കൊടുക്കും, ചിലതെല്ലാം കൊടുക്കും, വഅത്വാ ഖലീല ചില സന്ദർഭങ്ങളിൽ കൊടുക്കും, എന്നാൽ വഅഖദ പിന്നീട് അത് നിർത്തിക്കളയുകയും ചെയ്യും. കാരണം ഞാനത് ഇങ്ങനെ കൊടുത്ത് അവസാനം ഞാൻ പട്ടിണിയാകുന്ന, എൻ്റെ മക്കൾ അനാഥരാകുന്ന ആ ഒരു അവസ്ഥ വരുമോ എന്ന് മനസ്സിലാക്കി ധനം ഇസ്ലാമിന് വേണ്ടി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന ചില ആളുകളുടെ സ്വഭാവം ഇന്നുമുണ്ട്. അത്തരക്കാരിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല എന്ന ഒരു താക്കീത് കൂടി ഈ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. അടുക്കൽ അവന്റെ അടുക്കൽ അവന്റെ അടുക്കലുണ്ടോ എന്ത്? ഇൽമ്, അറിവ്, വൈബ്, അദൃശ്യം, അല്ലെ, അദൃശ്യജ്ഞാനം അവന്റെ അടുക്കലാണോ? ഫഹുവ യറ എന്നിട്ട് അവൻ കാണുന്നുവോ? ഇൻദഹു ഇൽമുൽ ഗൈബി ഫഹുവ യറ അവന്റെ അടുക്കൽ അദൃശ്യജ്ഞാനം ഉണ്ടായിട്ട് അത് മുഖേന അവൻ കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അംലം യുനബ്ബഅ ബിമാ ഫീ സുഹുഫി മൂസ അംലം യുനബ്ബഅ അതല്ലെങ്കിൽ അവന് വർത്തമാനം ലഭിച്ചിട്ടില്ലേ? അവന് വർത്തമാനം ലഭിച്ചിട്ടില്ലേ? ബിമാ ഫീ സുഹുഫി മൂസ ബിമാ ഫീ സുഹുഫ് ഏട്, സുഹുഫ് ഏട്, ഫീ സുഹുഫി മൂസ മൂസയുടെ ഏടിൽ ഉള്ളത് കൊണ്ട്, ബിമാ ഒന്നിനെ പറ്റി, ഫീ സുഹുഫി മൂസ മൂസയിലുള്ള മൂസയുടെ ഏടുകളിലുള്ളതിനെ കുറിച്ച് അവന് വർത്തമാനം ലഭിച്ചില്ലേ? വ ഇബ്രാഹിം അല്ലദീ വഫാ ഇബ്രാഹിമിന്റെയും ഏടിലുള്ളത്, മൂസയുടെ ഏടിലുള്ളത് കൊണ്ട് അവർക്ക് വർത്തമാനം കിട്ടിയില്ലേ? അതായത് മൂസാ നബിയുടെയും വ ഇബ്രാഹിം നബിയുടെയും അല്ലദീ വഫാ കടമകളെല്ലാം നിറവേറ്റിയവനായ ഇബ്രാഹിമിന്റെയും ഏടിലുള്ളത് എന്താണ് എന്ന് കൃത്യമായ വിവരം, വർത്തമാനം അവന് ലഭിച്ചില്ലേ? എന്നിട്ടും അവൻ ഈ നിലപാടാണോ സ്വീകരിക്കുന്നത് എന്നതാണ് റബ്ബിന്റെ ചോദ്യം. ഈ ആയത്തുകളിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, സത്യം കേട്ടാലും അത് സ്വീകരിക്കാത്ത, സത്യമാണെന്ന് മനസ്സിലായാലും അത് അംഗീകരിക്കാത്ത ആളുകൾ, അതേ പ്രകാരം സത്യത്തിലേക്ക് കടന്നു വന്നു, പ്രമാണം ഇന്നതാണ്, അള്ളാഹു ഇന്നത് പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹി ഇന്നത് പറഞ്ഞിട്ടുണ്ട്, അത് കൃത്യമായി ബോധ്യപ്പെട്ടു. ആ ബോധ്യപ്പെട്ട് ആ സത്യത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം പിന്നീട് കുടുംബങ്ങൾ, അയൽപക്കത്തുള്ള ആളുകൾ അവർ പരിഹസിക്കുന്നു, അവർ ആക്ഷേപിക്കുന്നു. എടോ, നീ ഈ പറയുന്ന കാര്യം ചെയ്യരുത് എന്ന് പറയുന്ന കാര്യം അതല്ലേ നിന്റെ വാപ്പയും നിന്റെ വാപ്പാന്റെ വാപ്പയും കാരണവന്മാരൊക്കെ ചെയ്തു വന്നത്?
അതിനെയാണോ നീ ആക്ഷേപിക്കുന്നത്? പരിഹാസങ്ങളും ആക്ഷേപങ്ങളും ഉണ്ടാകുമ്പോ ആ സത്യത്തിൽ നിന്ന്, തൗഹീദിൽ നിന്ന്, യഥാർത്ഥ ദീനിൽ നിന്ന് മാറിപ്പോകുന്ന, അകന്നു പോകുന്ന ആളുകളെ കുറിച്ച്, പിന്തിരിഞ്ഞു പോകുന്നവരെ കുറിച്ചാണ് ഈ ആയത്തിലെ പരാമർശം. അതേ പ്രകാരം അത്തരം സ്വഭാവം ഉണ്ടാകരുത് എന്നാണ് അള്ളാഹു പറയുന്നത്. രണ്ടാമത്തേത്, കൊടുത്തു തീർക്കേണ്ട, ചെയ്തു തീർക്കേണ്ട ധാരാളം ബാധ്യതകളുണ്ട്. ആ ബാധ്യതകളെ കലീല, കുറച്ച് മാത്രം കൊടുക്കും. ബാക്കിയുള്ളത് പിശുക്ക് കാണിച്ചുകൊണ്ട് കൊടുക്കുകയില്ല, നിർത്തിക്കളയും. ചില ആളുകൾക്ക് കൊടുക്കും, ചില ബാധ്യതകൾ മാത്രം നിർവഹിക്കും, മറ്റു ബാധ്യതകൾ നിർവഹിക്കുകയില്ല. നാട്ടിലുള്ള ആളുകൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന ചില ആളുകൾ, എല്ലാവർക്കും എല്ലാ സഹായങ്ങളും, എല്ലാവരോടും നല്ല പെരുമാറ്റം, നല്ല വർത്തമാനങ്ങളാണ്. പക്ഷേ സ്വന്തം കുടുംബത്തിൽ പ്രയാസപ്പെടുന്ന ആളുകൾ ഉണ്ടാകും. അവരെ പരിഗണിക്കുകയോ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുകയോ ചെയ്യില്ല. അവരോട് നല്ല പെരുമാറ്റങ്ങൾ ഉണ്ടാവുകയില്ല. ഇത്തരം ആളുകളെ ആക്ഷേപിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്, അല്ല, അങ്ങനെയല്ല വേണ്ടത്. എല്ലാവരോടുമുള്ള എല്ലാ ബാധ്യതകളും നിർവഹിക്കുന്നവരാകണം. അത് കുറച്ച് ചെയ്യുകയും കുറച്ച് ചെയ്യാതിരിക്കുകയുമല്ല വേണ്ടത്. കുറച്ച് കൊടുക്കുകയും പിന്നീട് നിർത്തിക്കളയുകയുമല്ല വേണ്ടത്. നിങ്ങൾക്കുള്ള എല്ലാവിധ ബാധ്യതകളും നിർവഹിക്കുന്ന സത്യവാന്മാരായി തീരേണ്ടതുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നീട് അല്ലാഹു പറഞ്ഞ എന്താ? അംലൻ യുനബ്ബഉ ബിമാ ഫീ സുഹഫി മൂസാ വ ഇബ്രാഹിം അല്ലദീ വഫാ. കടമകൾ നിറവേറ്റിയവനായ ഇബ്രാഹിമിന്റെയും അതുപോലെ മൂസയുടെയും ഏടുകൾ ഉള്ളതിനെ കുറിച്ച് അവന് വർത്തമാനം ലഭിച്ചില്ലേ എന്നതാണ്. മൂസാ നബിയുടെയും ഇബ്രാഹിം നബിയുടെയും ഏടുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിച്ചു കൊടുത്ത ഗ്രന്ഥങ്ങൾ, അതിലുള്ള വർത്തമാനം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. എന്നാൽ എന്താണ് ആ ഇബ്രാഹിമിന്റെയും അതുപോലെ മൂസാ നബിയുടെയും വേദഗ്രന്ഥങ്ങളിൽ പ്രസ്താവിക്കപ്പെട്ട ആ കാര്യങ്ങൾ എന്താണ് എന്ന് തുടർന്നുള്ള ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അല്ലാ തസിറു വാസിറതുൻ വിസ്റ ഉഖ്റാ വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ വഅന്ന സഅയഹു സൗഫ യുറാ ثم يجزاه الجزاء الأوفى. മൂസാ നബി അലൈഹിസ്സലാമിന് ഇറക്കി കൊടുത്ത വേദഗ്രന്ഥത്തിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഏടിലും ഒക്കെയുള്ള സിദ്ധാന്തം എന്താണ്? ദർശനങ്ങൾ എന്താണ്? അതേ ദർശനങ്ങൾ തന്നെയാണ് വിശുദ്ധ ഖുർആനിന്റെയും ദർശനം. അവരുടെ ആ ഏടുകളിലുള്ള, ആ കിതാബുകളിലുള്ള അതേ കാര്യം തന്നെയാണ് വിശുദ്ധ ഖുർആനിലും ഉള്ളത്. അതെന്താണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അല്ലാ തസിറു വാസിറതുൻ വിസ്റ ഉഖ്റാ. അല്ലാ തസിറു, കുറ്റം വഹിക്കുകയില്ല, വാസിറ, വിസ്ർ കുറ്റം, വാസിറ ഒരു കുറ്റം വഹിക്കുന്നവനും കുറ്റം വഹിക്കുകയില്ല. വിസ്റ ഉഖ്റ മറ്റൊന്നിന്റെ കുറ്റം. അല്ലാ തസിറു വാസിറതുൻ വിസ്റ ഉഖ്റാ, അതായത് പാപഭാരം വഹിക്കുന്ന ഒരാളും മറ്റൊരാളുടെ പാപഭാരം വഹിക്കുകയില്ല എന്നാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെയും അതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനൊക്കെ അവർക്ക് ഇറക്കി കൊടുത്ത വേദഗ്രന്ഥങ്ങളിലും വിശുദ്ധ ഖുർആനിലും എല്ലാം ഉള്ളത് ഇതാണ്. വല്ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ, കുറ്റം വഹിക്കുന്ന ഒരു ദേഹം, ഒരു ആത്മാവ് മറ്റൊന്നിന്റെ കുറ്റം വഹിക്കുകയില്ല എന്നതാണ്. കാരണം നമ്മൾ പറഞ്ഞില്ലേ, വലീദ് ഇബ്നു മുഗൈറയോട് മറ്റവൻ പറഞ്ഞത് എന്താ? നിന്റെ പരലോകത്ത് കുറച്ച് പൈസ തരികയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു കൊള്ളാം, നിന്റെ പരലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ആ ശിക്ഷ ഞാൻ ഏറ്റെടുത്തു കൊള്ളാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാഹു തആല പറയാ, അല്ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ, ഒരാളുടെ പാപഭാരവും മറ്റൊരാളും വഹിക്കുകയില്ല. വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, വഅൻ ലൈസ ഇല്ലെന്നും, ലിൽ ഇൻസാനി മനുഷ്യന്, ഇല്ലാ മാ സഅ അവൻ പരിശ്രമിച്ചതല്ലാതെ, അവൻ പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും ഇല്ല എന്നും. ഇതൊക്കെയാണ് മൂസയുടെയും ഇബ്രാഹിമിന്റെയും ഗ്രന്ഥങ്ങളിൽ ഉള്ളത്. അത് തന്നെയാണ് വിശുദ്ധ ഖുർആനിന്റെയും ദർശനം. വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, മനുഷ്യന് അവൻ സ്വയം പ്രയത്നിച്ചതല്ലാതെ, അവൻ പ്രവർത്തിച്ചതല്ലാതെ അവന്റെ പ്രയത്ന ഫലം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് മാത്രമേ ഉണ്ടാവുള്ളൂ. വഅന്ന സഅയഹു സൗഫ യുറാ, വഅന്ന സഅയഹു തീർച്ചയായും അവന്റെ പ്രയത്നം, സൗഫ യറാ വഴിയെ അവന് കാണിക്കപ്പെടും. അവന്റെ പ്രയത്നം, അതിന്റെ ഫലം വഴിയെ കാണിച്ചു കൊടുക്കപ്പെടും എന്നുമുള്ള കാര്യം. സുമ്മ യുജ്സാഹുൽ ജസാഅൽ ഔഫാ, സുമ്മ യുജ്സാഉ പിന്നീട് അവന് അതിന് പ്രതിഫലം നൽകപ്പെടും. ജസാ പ്രതിഫലം, അൽ ഔഫ പരിപൂർണമായ, പിന്നീട് അവന് അതിന് പരിപൂർണമായ പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യും. ഇതൊക്കെയാണ് മൂസയുടെയും ഇബ്രാഹിമിന്റെയും അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെയുള്ളത്. ഇതൊന്നും കണ്ടിട്ടില്ലേ നിങ്ങൾ? അതാണ് ചോദിക്കുന്നത്. അലം യുനബ്ബഅ, അതിനെക്കുറിച്ച് കൃത്യമായ വർത്തമാനം ലഭിച്ചിട്ടില്ലേ നിങ്ങൾക്ക്?
എന്നിട്ടും നിങ്ങൾ ഇത്തരം ആ സത്യത്തിൽ നിന്ന് പിന്മാറി ഓടിക്കളയുകയാണോ ചെയ്യുന്നത്? നിങ്ങളുടെ പാപഭാരം ഏറ്റെടുക്കുവാൻ മറ്റ് ആളുകൾ ഉണ്ടാകുമെന്ന വിശ്വാസമാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്നൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. 38 മുതൽ 41 വരെയുള്ള 4 ആയത്തുകൾ ഏറെ ഗൗരവത്തോടുകൂടെ നാം ചിന്തിക്കേണ്ട, പഠിക്കേണ്ട, നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തേണ്ട 4 ആയത്തുകളാണ്. ഒന്ന്, അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റ, ഒരാളുടെയും പാപഭാരം മറ്റൊരാളും ഏറ്റെടുക്കുകയില്ല എന്നതാണ്. ഓരോ മനുഷ്യരും ചെയ്ത, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടോ തെറ്റുകൾ, ആ തെറ്റുകളൊക്കെ അതിന്റെ പാപഭാരം ഞാൻ തന്നെ വഹിക്കേണ്ടി വരും. അത് സഹിക്കാനോ അത് അല്പമെങ്കിലും അതിന്റെ ആ പാപത്തിന്റെ പാപഭാരം ഏറ്റെടുക്കുവാനോ നമ്മുടെ എത്ര ഇഷ്ടപ്പെട്ട ആളുകളാണെങ്കിലും, നമ്മുടെ മാതാപിതാക്കളോ ഇണകളോ നമ്മുടെ പ്രിയപ്പെട്ട മക്കളോ നമ്മുടെ കൂട്ടുകാരോ നമ്മുടെ സഹപാഠികളോ ആരും ഉണ്ടാവുകയില്ല. നാം ചെയ്തതൊക്കെ അതിന്റെ പാപഭാരം നാം തന്നെ ഏറ്റെടുക്കേണ്ടി വരും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നമ്മൾ കണ്ട എല്ലാ കാര്യവും അതിന്റെ കുറ്റം വഹിക്കുവാൻ മറ്റൊരാളും വരികയില്ല എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമത്തേത്, വഅലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, മനുഷ്യന് അവൻ സ്വയം പ്രയത്നിച്ചതല്ലാതെ മറ്റൊന്നും ഇല്ല എന്നതാണ്. നമ്മൾ ഉണ്ടാക്കി വെച്ചത്, ദുനിയാവിൽ നിന്ന് നമ്മൾ ചെയ്തത്, അത് മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ എന്ന പാഠമാണ്. നമ്മൾ മരിച്ചതിന് ശേഷം നമുക്ക് വേണ്ടി ആരെങ്കിലും ഖുർആൻ പാരായണം ചെയ്യുക, അതേപ്രകാരം നാട്ടിൽ 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ നമ്മൾ സ്വർഗത്തിലേക്ക് പോകും. ഇങ്ങനെ പല ധാരണകളുമുണ്ട്. അള്ളാഹു പറയുന്നത് വഅലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, മനുഷ്യന് അവൻ പ്രയത്നിച്ചതല്ലാതെ മറ്റൊന്നുമില്ല എന്നതാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ടി എന്ത് ചെയ്യണം? ദുനിയാവിൽ നിന്ന് കിട്ടിയ അവസരങ്ങളിൽ നമുക്ക് വേണ്ടി നമ്മൾ തന്നെ സമ്പാദിച്ചു വെക്കണം എന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. എന്നാൽ ഒരു ഹദീസിൽ കാണാം, എന്താണ്? ഇദാ മാതൽ ഇൻസാനു ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ്, ഒരു മനുഷ്യൻ മരിച്ചാൽ 3 കാര്യങ്ങളല്ലാതെ മറ്റൊന്നും അവന് ഉപകരിക്കുകയില്ല, ബാക്കി എല്ലാം മുറിഞ്ഞു പോകും. 3 കാര്യങ്ങൾ ഉണ്ടാകും. അതിലൊന്ന് മിൻ വലദിൻ സ്വാലിഹി യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനങ്ങളാണ്. രണ്ടാമത്തേത് സ്വദഖത്തിൻ ജാരിയ മിൻ ബഅദിഹി, ജാരിയായ സ്വദഖയാണ്, എന്നെന്നും നിലനിൽക്കുന്ന സ്വദഖ, ഉപകാരപ്രദമായ വിജ്ഞാനം. ആർക്കെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞു കൊടുത്തത് ആരെങ്കിലും ഒക്കെ കേൾക്കുകയും അതിനനുസരിച്ച് കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും മുറിഞ്ഞു പോവുകയില്ല, അതെല്ലാ കാലത്തും ഉണ്ടാകും. അതിന്റെ പ്രതിഫലം അവന്റെ ഖബറുകളിലേക്ക് ഏത് സമയത്തും എത്തിക്കൊണ്ടിരിക്കും. എന്നിട്ട് മഹാന്മാരാകുന്ന മുഫസ്സിർ ഇബ്നു കസീർ റഹിമഹുള്ളയൊക്കെ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നുണ്ട്, ഇതെല്ലാം അവന്റെ സ്വന്തം തന്നെയാണ്, ഇതൊന്നും മറ്റൊരാൾ ചെയ്യുന്നതല്ല. അവന്റെ സന്താനം എന്ന് പറയുന്നത് അത് അവന്റെ കർമ്മമാണ്, അവന്റെ പ്രവർത്തനമാണ്. അതേ പ്രകാരം ജാരിയായ സ്വതക്ക ചെയ്തത് അത് അവന്റെ പ്രവർത്തനമാണ്. അതൊന്നും അവന്റെ മരണശേഷം മറ്റൊരാൾ അവന് വേണ്ടി ചെയ്യുന്നതല്ല എന്ന് മഹാന്മാരാകുന്ന മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയതായി കാണാം. എന്നാൽ മരണപ്പെട്ടു പോയവർക്ക് ചെയ്യേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ, പാപമോചനത്തിന് വേണ്ടി അർത്ഥിക്കുക, അവർക്ക് വേണ്ടി ദാനധർമ്മം ചെയ്യാം. അതേ പ്രകാരം അവരുടെ കടങ്ങൾ വീട്ടുക, അവരുടെ വസിയത്തുകൾ നടപ്പിലാക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം മരണപ്പെട്ടു പോയവർക്ക് നമുക്ക് ചെയ്യാവുന്നതാണ്. അല്ലാതെ നമ്മുടെ നാടുകളിൽ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഖുർആൻ പാരായണവും കത്തുമോത്തുകളും അതുപോലെ ജാമോത്ത് ഖബറിന്റെ മുകളിൽ വീട് പെരകെട്ടിയിട്ട് രാത്രിയും പകലുമില്ലാതെ ഇടതടവില്ലാതെ ഓതുന്ന സ്വഭാവമെല്ലാം ഉണ്ടായിരുന്നു. അതൊന്നും പാടില്ല എന്നതാണ് ഇസ്ലാമിക പ്രമാണം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്താണോ മനുഷ്യൻ പ്രവർത്തിച്ചത് അത് മാത്രമേ കിട്ടുകയുള്ളൂ. തീർച്ചയായും അവൻ എന്ത് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അത് അവന് പിന്നീട് കാണിച്ചു കൊടുക്കപ്പെടും. പിന്നീട് അവന് അതിന് പരിപൂർണമായ പ്രതിഫലം നൽകപ്പെടുകയും ചെയ്തു. നമ്മൾ ചെയ്തതിന് കൃത്യമായ പ്രതിഫലം നാളെ പരലോകത്ത് നിന്ന് നമുക്ക് കിട്ടുകയും ചെയ്യും. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നാൽ നബിയെ പിന്മാറിപ്പോയ ഒരുവനെ നീ കണ്ടുവോ? അവൻ അല്പം കൊടുക്കുകയും പിന്നീട് അത് നിർത്തിക്കളയുകയും ചെയ്തു. അവന്റെ അടുക്കൽ അദൃശ്യജ്ഞാനമുണ്ടായിട്ട് അവൻ അതുവഴി കണ്ടറിയുന്നുണ്ടോ? അഥവാ മൂസയുടെ ഏടുകളിലുള്ളതിനെ കുറിച്ച് അവന് വർത്തമാനം ലഭിച്ചില്ലേ? കടമകൾ നിറവേറ്റിയവനായ ഇബ്രാഹീമിന്റെയും ഏടിലുള്ള ആ വർത്തമാനം അവന് ലഭിച്ചില്ലേ? അതായത് കുറ്റം വഹിക്കുന്ന ഒരു ദേഹം, ഒരു ആത്മാവും മറ്റൊന്നിന്റെ കുറ്റം വഹിക്കുകയില്ല എന്നും മനുഷ്യന് അവൻ സ്വയം പ്രയത്നിച്ചതല്ലാതെ അവൻ പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും ഇല്ലെന്നും
അവന്റെ പ്രയത്നം എന്താണോ, അവന്റെ ആ പ്രവർത്തനം എന്താണോ, അതിന് വഴിയെ അവന് കാട്ടിക്കൊടുക്കപ്പെടും. അവൻ കാണും, എന്താണെങ്കിലും അവൻ കാട്ടിക്കൊടുക്കപ്പെടുമെന്നും. സുമ്മ യുജ്സാഹുൽ ജസാഅൽ ഔഫാ, പിന്നീട് അവന് അതിന് പരിപൂർണമായ പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യും. ഇതൊക്കെയാണ് മൂസയുടെയും അതുപോലെ ഇബ്രാഹീമിന്റെയും ഏടുകളിൽ ഉള്ളത്. അതാണ് സ്വീകരിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവിനെ ഭയപ്പെട്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.